എല്ലാവർക്കും നമസ്കാരം. പൊന്നൂസ് റിയൽ ടേസ്റ്റിലേക്ക് സ്വാഗതം. സുഖമല്ലേ എല്ലാവർക്കും? എന്നും ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്കൊക്കെ സുഖമാണ്. ഞാൻ തുടങ്ങത്തുള്ളൂ കുക്കറി. നല്ല സുഖമുള്ളൂ. നിങ്ങൾക്ക് സുഖമാണെന്ന് അറിഞ്ഞാലേ എനിക്ക് കുക്കിംഗ് ഒരു ഉന്മേഷം കിട്ടത്തുള്ളൂ. അപ്പം ഞാനിന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ ചെയ്ത് കാണുമല്ലോ അല്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേട്ടാ. ഇന്ന് ഇവിടെ ഞാൻ വയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ വീട്ടപ്പന്മാർക്കും അറിയാം. പല സ്ഥലത്തും പല സ്ഥലങ്ങളും പ്രദേശത്ത് ട്രിവാൻഡ്രം, കൊല്ലം, കോഴിക്കോട്, മറ്റു കാസർഗോഡ് അങ്ങനെ ഒരുപാട് ജില്ലകളിൽ വ്യത്യസ്തമായിട്ടാണ് ഓരോ കറികളുണ്ടാക്കുക. ബീഫ് ഫ്രൈ ഞാൻ ചെയ്യാൻ പോകുന്ന കറിയുടെ പേര് ബീഫ് ഫ്രൈ. അത് പല സ്ഥലത്തും പല മസാലകളാണ് ഉപയോഗിക്കുക. ഞാൻ ചേർക്കുന്ന മസാലകൾ എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ? പൊന്നും ചേച്ചി ചേർക്കുന്ന മസാല ഇതാണെന്നുള്ളത് എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ അവിടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബീഫ് ഫ്രൈ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. കൂടുതലും ഞാൻ എല്ലാ എപ്പിസോഡും പറയുന്ന പോലെ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയാവുന്ന വീട്ടമ്മമാരും ഉണ്ടാവും. ഇത് ഞാൻ കുക്കിംഗ് അറിയാൻ മേലാത്ത, കുക്കിങ്ങിനോട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരുകളുണ്ടാവും, അറിയാൻ മേലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ബീഫ് ഫ്രൈ സമർപ്പിക്കുന്നത്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബീഫ് ഫ്രൈ സമർപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ തുടങ്ങാൻ വെച്ചതേ പണ്ടത്തെ പോലെ തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം നിങ്ങളുടെ അടുത്ത്. മെയിൻ കാരണം ഇതിനകത്ത് ഞാൻ ബീഫ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചു. മഞ്ഞളും ഉപ്പും ഇട്ട് നേരത്തെ ബീഫൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. അതിപ്പോൾ കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല. അത് വേവിച്ച് വെച്ചതിന് ശേഷം അപ്പോൾ അതിനകത്ത് ഉപ്പും മഞ്ഞളും എല്ലാം പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. ചട്ടിയൊക്കെ ചൂടായി, എണ്ണ ഒഴിക്കുകയാണ്. എല്ലാ എപ്പിസോഡും പറയുന്ന പോലെ എണ്ണയൊക്കെ അവനെൻ്റെ ഇഷ്ടാനുസരണം. ഫ്രൈക്ക് ഇച്ചിരി എണ്ണ നമുക്ക് വേണം. സവോളയൊക്കെ വാറ്റാൻ വേണ്ടിയിട്ടാണ്. നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ എന്താ പറയണേ, ബീഫ് മിക്കവാറും ഫ്രൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഞാൻ എടുത്ത് പറയില്ല. ഞാൻ ഒരിക്കലും നിങ്ങളിത് കൂട്ടി നോക്കണം നിർബന്ധിക്കാറില്ല. ഞാൻ ആരോട് നിർബന്ധിച്ച് പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് കൊളസ്ട്രോളാണ്. ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പറയും കറി വെച്ച് കഴിക്കാൻ പറയും. നെയ്യ് മാറ്റിയിട്ട് കറി വെച്ച് കഴിക്കാൻ പറയും. കറി വെച്ച് കഴിയുമ്പം പറയുന്നത് ചാറ് കൂട്ടരുത്, അതിൻ്റെ കഷ്ണം മാത്രം കൂട്ടാൻ പറയും. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് ചാറിനകത്താണ് ഈ ഗുണങ്ങളിരിക്കുന്നത്. അതിൻ്റെ കഷ്ണത്തിനകത്ത് വലിയ ഗുണങ്ങളുണ്ടാവത്തില്ല. ചില ആൾക്കാർ ബീഫുണ്ടല്ലോ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള അസുഖമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എപ്പോഴും ഈ ബീഫ് കഴിക്കുമ്പോൾ അവർ ബീഫ് പുഴുങ്ങും. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് അങ്ങ് പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം മാറ്റിക്കളയും. പുഴുങ്ങിയിട്ടുള്ള ഇറച്ചിയില്ലേ, ആ പുഴുങ്ങിയ ഇറച്ചി മാത്രം എടുത്ത് കഴിക്കും. അപ്പോൾ അതിനകത്ത് കൊളസ്ട്രോളും ഇല്ല, ബീഫുമായി അസുഖവും വരത്തില്ല. അങ്ങനെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ മസാല ചേർക്കണ്ട, എരിവില്ല, മുളകില്ല, ഒരു കാര്യം അത് വേറെ ചേരുന്നില്ല. അപ്പം അങ്ങനെ ബീഫ് കഴിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. എണ്ണയൊക്കെ ചൂടായി. ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എണ്ണയൊക്കെ ചൂടായിട്ടാ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഈ ബീഫ് ഫ്രൈയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയാം യൂത്തുകാർക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ഫ്രൈ, ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് വെച്ച് ഇഷ്ടമാണോന്ന്? എനിക്കിഷ്ടമാണ്. ഞാൻ ഒരു സാധനം നോൺ ഇഷ്ടമല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷേ ആൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങളത് കഴിക്കണം കേട്ടോ എന്ന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അസുഖമുള്ളവർ അത് കണ്ടു നോക്കിയും കണ്ടുമൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ. എന്നാൽ ചൂടായി വരുന്നേ ഉള്ളൂ. ചൂടായല്ല, ആ കടുകൊക്കെ പൊട്ടി ഇത്തിരി വിഷമം. പൊട്ടണോ വേണ്ടയോ എന്ന് വെച്ച് കടുക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എനിക്കാണെങ്കിൽ കടുക് പൊട്ടാതെ ഞാൻ എടുത്തൂല സവോള. ഞാൻ വാശിക്ക് നിൽക്കുക. മനസ്സിലായി എൻ്റെ അടുത്ത് കടുകിൻ്റെ ചിലവൊന്നും നടക്കത്തില്ല. ഇത് കടുക് പൊട്ടുമ്പോൾ ഒരു കാര്യം പ്രശ്നം ശ്രദ്ധിക്കുക വെച്ചാൽ ഒന്ന് മൂടി വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ അത്ര വലിയ ഈ പൊട്ടിത്തെറിക്കൽ ബോധത്തോട്ടൊന്നും വരത്തില്ല. എപ്പോഴും കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ഒന്ന് മൂടി വെച്ചാൽ നമുക്ക് കടുകിൽ പൊട്ടിത്തെറിച്ച് നമുക്ക് ഒഴിവാക്കാം. പ്രത്യേകിച്ച് പഠിക്കുന്ന പിള്ളേരുകൾ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് കൂടെ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളും പിള്ളേരെ ആദ്യം കടുകൊക്കെ ഇട്ടിട്ട് കണ്ടാൽ പൊന്നമ്മ ചേച്ചി എണ്ണ ചൂടാക്കി കടുകിടാൻ പറഞ്ഞു. ഞങ്ങൾ ഇട്ടതേ പോട്ട് എൻ്റെ മേത്തെല്ലാം പൊട്ടി തെറിച്ചെന്ന് പറയും.
അപ്പം കടുകിട്ട് അറിയാൻ മേലാത്ത ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കടുകിട്ട് ഒരു പാത്രം ഇട്ടങ്ങ് മൂടി വെക്കുക. അപ്പം അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും മൂടി എടുത്ത് മാറ്റുക. മനസ്സിലായി? കറിവേപ്പിലേക്ക് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് മാറി നിന്ന് ചെയ്യുക. അതേ സമയത്ത് കറിവേപ്പില നമുക്ക് ഇടാം. ഞാൻ കാണിച്ചു തരാം. കറിവേപ്പില പൊട്ടി തെറിക്കാതിരിക്കാനുള്ള കറിവേപ്പില ഞാൻ കാണിച്ചു തരാം. ഇത് കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി ഇതാ സവോള. ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ സവോള ചേർക്കേണ്ടത്. അത് വേണം. നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കും. ഒക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ പൊടിക്കൈ ഇപ്പോൾ ആർക്കും അറിയാൻ മേലാത്ത. ഇളക്കി അതുകൂടെ നമ്മൾ എന്താ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. കണ്ട കറിവേപ്പിലയുടെ പൊട്ടിത്തെറിച്ചോ? ഉണ്ടാ തെറിച്ചില്ല. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ സവോളയെല്ലാം ഇട്ടു നമ്മളപ്പോൾ അത് പൊട്ടിത്തെറിച്ചില്ല. ഉണ്ടോ? ഇത് പച്ചമുളക്. അപ്പം ഞാൻ എന്തൊക്കെ ചേർത്തു? എണ്ണ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു, ചൂടായി, കടുകിട്ടു. അതിനുശേഷം നമ്മൾ പിന്നെ സവോള അരിഞ്ഞിട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇത്രയും സാധനം. അത് സവോള വാഴാൻ വേണ്ടി നമ്മൾ വയറ്റി കിട്ടാൻ വേണ്ടി ലേശം ഉപ്പും ചേർത്തു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? ഇത്രയും സാധനം ഇട്ടത് നന്നായിട്ടൊന്ന് വരട്ടെ. ഫ്രൈ ആയതുകൊണ്ട് കുറച്ചൊന്ന് അതിൻ്റെ ഒന്നിച്ചിരി ഒന്ന് നന്നായിട്ട് വരണം. ഞാൻ ഈ സവോള വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ ഒരു ചെറിയൊരു എനിക്ക് പറ്റിയൊരു അമളിയാണ് പറയാൻ കാര്യം. കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, സിബി ഉദയൻകാരുടെ സ്ക്രിപ്റ്റിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതലേ എനിക്ക് അവരെ അറിയാം. അവരൊക്കെ ഒരുപാട് നല്ല കഥാപാത്രം തന്നിട്ടുള്ള റൈറ്റേഴ്സാണ് സിബി ഉദയനും. ആ സമയത്ത് സിബി ഉദയൻ ഒരു പടം ചെയ്യുന്നുണ്ട്, ചെസ് എന്ന് പറഞ്ഞ പടം. അപ്പം ഞാൻ ആ സമയത്ത് ഒരു പടവുമായിട്ട് ആലപ്പുഴ അതൊന്നും ഒരു പടത്തിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക. എന്നെ വേർത്ത് ഞാൻ നോക്കട്ടെ. അപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആലപ്പുഴ. അപ്പോൾ ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മനം ചേച്ചി നമുക്കൊരു 10 ദിവസം ഡേറ്റ് വേണം. ഞാൻ പറയാം, അയ്യോ അതിനെന്താ, ഉദയൻ സിബിയുടെ പടം എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ പടത്തിൽ അഭിനയിക്കാൻ ദിലീപാണ് ഹീറോ. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചു പറയാൻ സ്ഥിതിക്ക് ഞാൻ ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. അപ്പം 10 ദിവസം കഴിഞ്ഞിട്ട് എന്നെ അപ്പോൾ എന്നോട് പറഞ്ഞേ, ഇപ്പോൾ ആഷിക് വിദ്യാർത്ഥിയും ആ പോർഷനാണ് ഇപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണോ, 10 ദിവസം കഴിഞ്ഞിട്ട് മതി പൊന്നിൻ്റെ ഡേറ്റ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ഓക്കെയാ എന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നില്ല. ഞാൻ ആലോചിച്ചു, തന്നെ 10 ദിവസമായിട്ട് എന്നെ വിളിക്കുന്നില്ലല്ലോ ഇവർ. ഞാൻ ഉടനെ ഉദയനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഉദയ എന്താ എൻ്റെ ആയില്ലേ എന്ന് പറഞ്ഞില്ല, അവനെ ആവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ ഈ വിദ്യാർത്ഥികളുടെ പോർഷൻ ദിനമാത്രം എടുക്കാനിരിക്കുന്നത് അവിടെ? പിള്ളേരുടെ സബ്ജക്റ്റ് വല്ലതും ആണോ അതിനകത്ത് കഥ? അപ്പോൾ ഉദയൻ എവിടെയോ തിരക്കി നിൽക്കുന്ന സമയത്താണ് ഞാൻ വിളിക്കുന്നത്. ഉദയൻ അതപ്പം ആ ഡേറ്റ് ആകുമ്പോൾ സമയം വിളിക്കും കേട്ടോ പൊന്നു, ഓക്കെ എന്ന് പറഞ്ഞ് ഉദയൻ കട്ട് ചെയ്തു. അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞേ, എന്നാ ദിലീപിൻ്റെ പടമാണല്ലോ നടക്കുന്നത്, എന്തോ ഒരു പിള്ളേരുടെ സബ്ജക്റ്റാണെന്ന് തോന്നുന്നു. ഇന്ന ആരുടെ പേരും പറഞ്ഞു, ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇച്ചിരി എണ്ണ വേണം. കാരണം ഫ്രൈ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മുമ്പേ എണ്ണ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പം നമ്മൾ വീട്ടിൽ നാന വാങ്ങിച്ചു വായിക്കാൻ വേണ്ടിയിട്ട്. നാന വാങ്ങിച്ചപ്പോഴത്തേക്കും ഞാനുടനെ നാന തുറന്നു നോക്കി.
ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കുണ്ട് ചെസ്സിൻ്റെ വിശേഷം ഞാനേ കിടക്കുന്നു. അപ്പോൾ ഉണ്ട് ഈ ആഷിഖ് വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരാൾ തമിഴിലെ വലിയൊരു ഫേമസ് നടനാണ്. എൻ്റെ വിചാരം ഈ ആഷിഖ് വിദ്യാർത്ഥി ആഷിഖ് എൻ്റെ മനസ്സിലോട്ട് പോയില്ല, വിദ്യാർത്ഥി എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഈ ആഷിഖ് വിദ്യാർത്ഥി എന്ന് പറയുന്ന ആളെ എനിക്കറിയാം, പക്ഷേ ഈ ആളുടെ പേര് ആഷിഖ് വിദ്യാർത്ഥി എന്ന് എനിക്കറിയത്തില്ല സത്യം. ഞാൻ വിചാരിക്കുന്ന ആഷിഖ് വിദ്യാർത്ഥിയുടെ പോർഷനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണല്ലോ എന്നെ വിളിച്ചോ പറഞ്ഞേ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഉദയ പിള്ളേരുടെ സബ്ജക്റ്റാണോ, എന്താ ഇത് മാത്രം ഏറെ എടുക്കാനുള്ളത്, പിള്ളേരെ വെച്ചിട്ടുള്ള സബ്ജക്റ്റാണെന്ന് ഞാൻ ചോദിക്കുക. അപ്പോഴും എൻ്റെ മനസ്സിൽ കത്തിയില്ല. ലാസ്റ്റ് ആന തുറന്ന് നോക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു നല്ല വില്ലൻ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്കും തമിഴ് ഫിലിം ഇൻഡസ്ട്രിക്കൊക്കെ സംഭാവന ചെയ്ത ഒരാളാണ് ആഷിഖ് വിദ്യാർത്ഥി. പുള്ളി ഇങ്ങനെ ആ സമയത്ത് മലയാളത്തിൽ അഭിനയിച്ചു. ആ പോഷൻ തീരാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു. ഈ മമ്മിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി കേട്ടോ. മമ്മിക്ക് പിന്നെ ആഷിഖ് വിദ്യാർത്ഥിയാണ്, മമ്മിക്ക് ആഷിഖ് വിദ്യാർത്ഥി ആഷിക്കുന്നതിന് മനസ്സിൽ കയറില്ല, വിദ്യാർത്ഥിയാണ്. അപ്പം ഞാൻ ഉദയൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ഉദയ എന്നതായി പിള്ളേരെ വെച്ച് ഇതിന് മാത്രം എടുക്കാനുള്ളത് ഞാൻ ചോദിക്കുകയും ചെയ്തു. ഉദയനെന്തോ മനസ്സിലായില്ല എന്ന് തോന്നുന്നു പറഞ്ഞു. പിള്ളേരെല്ലാം ഒറ്റ ചിരി. ഈ മമ്മിയുടെ ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണ്ടേ മമ്മി എന്ന് വെച്ചിട്ട് പിള്ളേർ ഭയങ്കരോട് ചിരിയോട് ചിരി. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ എവിടെ വെച്ച് പോസ്റ്റർ കണ്ടാലും പടത്തിൽ കാണുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല ഷൂട്ടിൻ്റെ സ്ഥലത്ത് കാണുമ്പോഴും എനിക്ക് പെട്ടെന്ന് ചിരി വരും. ഞാനാണ് എന്നെ ഓർത്താ ഞാളാണ് നിൽക്കുന്നതെന്നൊക്കെ വിചാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ചെറിയ അബദ്ധം എനിക്ക് പറ്റി. ആൾ മാറിപ്പോയി, വലിയ ആളാണ്. ആ ആൾ വിദ്യാർത്ഥിയെന്നും പറഞ്ഞ് ഞാനിരുന്നേ. അതുകൊണ്ട് ആ ഒരു ചെറിയ ഈ ഫ്രൈ ഉണ്ടാക്കേണ്ട സമയത്ത് ഞാൻ നിങ്ങളോട് അത് പറഞ്ഞൊന്ന് ഷെയർ ചെയ്ത്. വലിയ കോമഡി ഉണ്ടായോ ഇതിനകത്ത്? നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റാൻ വല്ലതും ഉണ്ടായോ? പക്ഷേ എനിക്ക് പറ്റിയ അമിളിയാണ് ഞാൻ പറയണേ. അതൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. വലിയ അമിളിയൊക്കെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ അമിളിയൊക്കെ നമുക്ക് പറ്റാറുണ്ട്. അപ്പോൾ കണ്ടതേ, ഞാൻ കഥയെല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്കും കണ്ട ആ കറക്റ്റ് സമയത്ത് ആ സവോളയൊക്കെ ഇങ്ങനെ എന്താ വഴന്ന് നല്ല റെഡി മണിയായിട്ടൊക്കെ വരുന്നുണ്ട്. ആ ചൂട് തട്ടിയിട്ടേ ഞാനിങ്ങനെ വേർത്ത് നിൽക്കാം. എങ്ങനെയാണ് ഡ്രസ്സൊക്കെ കൊള്ളാവോ? ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്ന് സാരി കൊടുത്ത് ഇങ്ങനെ നിൽക്കുമല്ലേ, കിച്ചണിൽ ചുരിദാറൊക്കെ ഇട്ട് ഒരു ഡിഫറെൻറ്റ് ലുക്കൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വന്ന് നിൽക്കുന്ന. നിങ്ങൾ പറയണം, ഇത് പതിനഞ്ച് ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ പറയണം. കുഴപ്പമില്ല എന്ന് പറയുവാണെങ്കിൽ ഓക്കെ. ഇവിടെ മക്കളൊക്കെ പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പ്രേക്ഷകരും കുറേ പേരും പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയുന്നു. എന്നാലും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ദേ കണ്ട അങ്ങനെ വഴന്നങ്ങ് വന്ന് ഞാൻ ചേർക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചു. ഗ്യാസ് സിമ്മാക്കി ഇടുക. ഇട്ടിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് കണ്ട, ഞാൻ തേങ്ങ ലാസ്റ്റായിട്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങ നമുക്ക് വറുത്തിട്ടിടാം. തേങ്ങ നമ്മൾ വറുത്തിട്ട് കഴിഞ്ഞാൽ അത്ര എണ്ണ തേങ്ങ കുടിക്കും. ഒന്നാമതിൻ്റെ തേങ്ങ നല്ല എണ്ണയുള്ളതാണ്. നമ്മൾ ഇതെടുത്ത് തേങ്ങ അതിനകത്ത് തേങ്ങ ഒന്ന് ചെറുതായിട്ട് കടിക്കുന്ന ഇച്ചിരി ഒരു പച്ചയെ കടിക്കുന്നതല്ല തേങ്ങ. ഒന്ന് ചൂടായാൽ മതി തേങ്ങ. സവോളയൊക്കെ വഴന്നു ഉണ്ടോ? സവോളയൊക്കെ വഴന്നു. ഇനി അതിനകത്ത് ചേർക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മഞ്ഞൾ പൊടി. നമ്മുടെ സ്ഥിരം ഇറച്ചിക്ക് അധികം കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മഞ്ഞൾ നിങ്ങൾ ചേർത്താൽ മതി. ഓക്കെ, മഞ്ഞൾ ചേർത്തു. നമ്മൾ ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോഴേ ഏറ്റവും അതിൻ്റെ കുട്ടൻസ് എന്താ ടേസ്റ്റ് കുട്ടൻസ് പറയാമോ? പറയാമോ? എൻ്റെ ടേസ്റ്റ് കുട്ടൻസ് പറയാമോ? അതിൻ്റെ ടേസ്റ്റ് കുട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് എന്തെങ്കിലും ഉണ്ടോ അത്രയും മസാല ഇട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഗുട്ടൻസ് കുരുമുളക് പൊടി. ലാസ്റ്റ് നമ്മൾ ബീഫിനകത്ത് കുരുമുളക് ചേർത്ത് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇതായി കുരുമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഞാൻ ചെരുവിൻ്റെ ആളാണ്. ഇങ്ങനെ പെട്ടെന്ന് വേർക്കുന്ന ശരീരമാണ്. വേർത്ത്
എന്താ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? മസാലയൊക്കെ ഇട്ട് എല്ലാം മൂത്ത് ബീഫ് അതിനകത്തോട് നമ്മൾ തട്ടി. ഇപ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മാക്കിയിട്ടോണം. ഗ്യാസ് ഒന്ന് സിമ്മാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നല്ല ലേശം ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ സവോളയ്ക്കൊക്കെ ഉപ്പിട്ടിട്ടില്ലല്ലോ. ലേശം ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഉപ്പ് നോക്കിയിട്ടൊക്കെ ഇടുക. എനിക്ക് പിന്നെ എനിക്കറിയാം, ഞാൻ ഉപ്പിട്ടിരിക്കുന്നത് ഉപ്പിട്ട് വേവിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഉപ്പിനെ എനിക്കറിയാൻ പറ്റും. അതിനകത്ത് മായമില്ല. നമ്മൾ റിയലായിട്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് വേറെ കൃത്രിമത്വമൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ ചെയ്യുന്നൊരു ആർട്ടിഫിഷ്യലൊന്നുമില്ല ഇതിനകത്ത്. ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കും. ലാസ്റ്റ് നമ്മൾ എന്താ കൊടുക്കുന്നത്? കുരുമുളക്. അവിടെയാണ് അതിൻ്റെ കുട്ടൻസ്. തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? ലേശം പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില, പച്ചക്കറിവേപ്പില ഇടും. കറിവേപ്പില നമ്മൾ കൊളസ്ട്രോളിനൊക്കെ നിയന്ത്രിക്കാൻ നല്ല കറിവേപ്പില. നന്നായിട്ട് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അറിയാൻ വെള്ളത്തിലുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്ത് നോക്കണം. ആദ്യം ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അത് ശരിയായിരിക്കും. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നെ കാണുമ്പോൾ പറയണം, ഞങ്ങൾ ബീഫ് ഫ്രൈ വെച്ചു ചേച്ചി, ഞങ്ങൾ നന്നായിട്ട് ചേച്ചി, നിങ്ങളെന്നെ എടുത്തിട്ട് കാണുമ്പോൾ പറയണം. ഞാൻ നോക്കട്ടെ, ഉപ്പുണ്ടോ നോക്കിക്കോട്ടെ കേട്ടോ. എനിക്കെല്ലാം ഓക്കെയാ. ഇതൊക്കെ കോരി വെക്കുമ്പോൾ ആ തേങ്ങാക്കൊത്തിൻ്റെ കളറും ഉണ്ടാ. ബീഫ് ഫ്രൈ റെഡി. എത്ര സമയം എടുത്തു? ബീഫ് നമ്മൾ വേവിച്ച് വെച്ചു. തേങ്ങ തകരിക്കുന്നുണ്ട്, തേങ്ങാക്കൊത്ത, കറിവേപ്പില, ഇഞ്ചി എല്ലാം വേറെ വേറെ ആയിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഞാനിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എന്നും പറയുന്നതല്ല, വീട്ടിൽ വെച്ച് കാണുമ്പോൾ ഒക്കെ പറയണം. അപ്പം അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഭവമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.